ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 ചോദ്യങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ ദ ഫസ്റ്റ് പിക്ചർ ബിലോ an equilateral triangle is drawn with the vertices on a circle and 2 of its vertices are joined to a point on the circle. In the second picture, a square is drawn with the vertices on a circle and 2 of its vertices are joined to a point on the circle. In each picture, calculate the angle marked. ഈ ആംഗിളുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ 2 മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമചതുരം വരച്ച് അതിൻ്റെ 2 മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. 2 ചിത്രത്തിലും അടയാളപ്പെടുത്തിയ കോണുകൾ കണക്കാക്കുക. ഇതാണ് ഒന്നാമത്തെ ചിത്രം. ഇത് ഫിഗർ 1, ഇത് രണ്ടാമത്തെ ഫിഗർ. ഇനി ഒന്നാമത്തെ ഫിഗറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ട് ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 2 മൂലകളിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ 4 മൂലകൾ വൃത്തത്തിൽ എന്തിട്ടുണ്ട്, ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്ക്വയറും അതിൽ 2 മൂലകൾ ജോയിൻ ചെയ്തിട്ട് ഒരു ആംഗിൾ നീട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ആംഗിൾസുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ ആദ്യം ഞാൻ പേര് കൊടുക്കുകയാണ് ട്രയാങ്കിളിന് എ ബി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്താ എഴുതുക നമ്മൾ, 180 ഡിഗ്രി. കാരണം ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകളാണ് എ ബി സി ഡി എന്ന ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകൾ. അപ്പോൾ എഴുതാം എ ബി സി ഡി എന്ന ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർക്കോണുകൾ. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. അപ്പോൾ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എ എത്രയെന്നറിയാം, 60 ഡിഗ്രി. ആംഗിൾ എ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡി നമുക്ക് കിട്ടി 120 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചിത്രം എടുക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, പേരുകൾ കൊടുക്കണം. ആ പേരുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുകയാണ് പി ക്യു എസ് ആർ ടി. ആദ്യം പേരുകൾ കൊടുത്ത് ഈ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ എന്ത് പറയാൻ വേണ്ടി പറ്റും, ഈ ഓരോ ആംഗിളും സ്ക്വയറാണ്. അപ്പോൾ ഓരോ ആംഗിളും എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിത്രം പോലെ ഇതിനെ ഈ രൂപത്തിലുള്ള ഒരു ചക്രീയ ചതുർഭുജ രൂപത്തിൽ ആക്കി മാറ്റണം. അതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്. ക്യൂന്ന് എസ്സിലേക്ക് ഒരു ഡയഗണൽ വരച്ച് ഇനി നമുക്ക് എഴുതാം ആംഗിൾ ക്യൂ എത്രയാണ്, 90 ഡിഗ്രി. ആംഗിൾ ക്യൂ ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ഒരു സ്ക്വയറിൻ്റെ ആംഗിളാണ്. ആംഗിൾ ഓഫ് സ്ക്വയർ സമചതുരത്തിൻ്റെ ഒരു കോൺ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ആംഗിൾ എത്രയാണ്, മൊത്തം 90 ഡിഗ്രി. അതിൻ്റെ പകുതി എത്ര, 45 ഡിഗ്രിയാണ് വരിക. കാരണം എന്താ വെച്ചാൽ ഡയഗണൽ ഈ ഡയഗണലിൽ ക്യൂനെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എസ് ക്യൂ ആർ ഈക്വൽ ടു 45 ഡിഗ്രി. കാരണം എന്താണ്,
ഡയഗണൽ എസ് ക്യൂ ബൈസെക്ട് ആംഗിൾ ക്യൂ. ആംഗിൾ ക്യൂവിനെ വികർണം എസ് ക്യൂ സമഭാഗം ചെയ്യുന്നു. ഇനി SQRT ഇതെന്താണ്? ഒരു ചക്രീയ ചതുർഭുജാണ്, അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം എന്താ പറയാൻ വേണ്ടി പറ്റുക? പഠിച്ചിട്ടുണ്ട്. ചക്രീയ ചതുർഭുജാണെങ്കിൽ ഒരു വൃത്തത്തിലാവണം അതിൻ്റെ 4 മൂലകളും. ഈ 4 മൂലകളും എവിടെയാണ്? വൃത്തത്തിലാണ്. അപ്പോൾ നമുക്ക് എഴുതാം SQRT ഒരു ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ SQRT ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ നമുക്ക് പറയാം ഈ ആംഗിളും ഈ ആംഗിൾ ക്യൂവും അതേപോലെ തന്നെ ആംഗിൾ ടിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ SQR. അപ്പോൾ ഇവിടെ എഴുതാം ആംഗിൾ SQR പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ഒരു ചക്ര ചതുർഭുജത്തിന്റെ എതിർക്കോണുകൾ നേരത്തെ ഏതാണ്? ചക്ര ചതുർഭുജത്തിന്റെ എതിർക്കോണുകൾ. അപ്പോൾ എഴുതി ആംഗിൾ SQR എത്രയാണ്? 45 ഡിഗ്രി പ്ലസ് ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ടി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി. 180 മൈനസ് 45 135 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി ആംഗിൾ ടി എത്രയാണ്? 135 ഡിഗ്രി. ഇനി 6ാം ചോദ്യത്തിലേക്ക് കടക്കാം. 6ാം ചോദ്യത്തിലെ 2 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. 1ാം ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ ബിലോ 2 circles intersect P and Q. Lines through these points meet the circle at A, B, C, D. The lines AC, AD are not parallel. Prove that if these lines are of equal length, then ABCD is a cyclic quadrilateral. ചിത്രത്തിലെ 4 മൂലകളുണ്ട്. ABCD എന്നീ മൂലകൾ പരസ്പരം യോജിപ്പിച്ച് ഈ രൂപത്തിൽ ചിത്രമാണ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ 2 സർക്കിളിനെയും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് P and Q. അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് പറയാം ABPQ. ഇത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് ഇപ്പൊ തന്നെ എടുക്കുകയാണ്. ആദ്യം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാണ് ABPQ ഒരു സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് എടുക്കുകയാണ്. അപ്പോ ABPQ ഈസ് സൈക്ലിക്. ABPQ ചക്രീയം എന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും നോക്കി നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ആംഗിൾ എനെ X ഡിഗ്രി എന്ന് കൊടുത്ത്, ചക്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന് സം എത്രയായിരിക്കണം? 180 ആയിരിക്കണം എന്നാണ്. ഇത് X ആണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 180 മൈനസ് ഇവിടെ X എടുക്കാം, ഇവിടെ Y എടുക്കാം വിചാരിക്കുക. ഇനി ഈ ലൈൻസിന്റെ ഈ 2 ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? സപ്ലിമെന്ററി ആണ്. അത് എത്രയാണ്? 180 ആവണം. അപ്പോൾ ഇവിടെ 180 ആണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? 180 മൈനസ് X ഡിഗ്രി. ഇത് 2 സപ്ലിമെന്ററി ആണ്. അപ്പോൾ Yയും, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതുക? 180 മൈനസ് Y ഡിഗ്രി എന്ന് എഴുതി. അത് നമുക്ക് ആദ്യം എഴുതി ആംഗിൾ A ഈക്വൽ ടു X ഡിഗ്രി. അപ്പോൾ ഞാൻ ആംഗിൾ ഇത് X ആണ്, ഇത് Q 180 മൈനസ് Y ഡിഗ്രി. അപ്പോൾ എഴുതാം ആംഗിൾ BQP. ആംഗിൾ BQP ഈക്വൽ ടു 180 മൈനസ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ശേഷം ആംഗിൾ എക്ക് X ഡിഗ്രി എന്ന് കൊടുത്ത്, അപ്പൊ ആംഗിൾ Q എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ, ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം എപ്പോഴും എത്രയായിരിക്കണം?
180 മൈനസ് എക്സ് ഡിഗ്രി, അതായത് 180 അടിക്കണം. അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 ഈ എക്സ് ഡിഗ്രി കുറച്ചു. ഇനി ഈ ആംഗിൾ എടുത്തു വൈ എന്ന്. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ എഴുതുക? 180 മൈനസ് വൈ ഡിഗ്രി. അപ്പൊ ആദ്യം എഴുതി ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി, ദെൻ ആംഗിൾ ബി ക്യൂ പി 180 മൈനസ് എക്സ് ഡിഗ്രി. ഇനി എന്തെടുത്തിരിക്കണത്? ആംഗിൾ ബി ഈക്വൽ ടു വൈ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എ പി ക്യൂ, ആംഗിൾ എ പി ക്യൂ ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. ഇനി ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ഡിഗ്രി അല്ലേ? ഇതും ക്യാൻസൽ ആയ ബാക്കി എത്രയായി? 180 ഡിഗ്രി ആയി. അതേപോലെ ഇത് രണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി ഈക്വൽ ടു വൈ പ്ലസ് 180 മൈനസ് വൈ ഡിഗ്രി. രണ്ടും ക്യാൻസൽ ആയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ ഭാഗം എന്തായി? ചക്രീയായി. ഇതേപോലെ ഈ ഭാഗം എടുക്കുമ്പോൾ ആസ് പി ക്യു സി ഡി ഈസ് സൈക്ലിക്. പി ക്യു സി ഡി ചക്രീയം. അപ്പൊ ആദ്യം എന്തെടുത്ത് ഈ ആംഗിൾ പിയിലേക്ക് കിടക്കാം. അപ്പോ ഈ ആംഗിൾ പി എങ്ങനെ എഴുതുക? ആംഗിൾ ക്യു പി സി, അല്ലെങ്കിൽ നമ്മൾ ഈ ആംഗിൾ എടുക്കുകയാണ്. ഈ രണ്ട് ആംഗിൾ എന്താ? ലീനിയർ പെയറാ. ഒരു വൈയുടെ മുകളിൽ രണ്ട് ആംഗിള്. അപ്പൊ ഇത് 180 മൈനസ് വൈ ഡിഗ്രി ആണെങ്കിൽ എന്ത് ഡിഗ്രി ആയിരിക്കും? ഇതായിരിക്കും. ഇവിടെ വൈ ഡിഗ്രി ആയിരിക്കും. ഇവിടെ വൈ ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 180 മൈനസ് വൈ ഡിഗ്രി. ഇവിടെ 180 മൈനസ് എക്സ് ഡിഗ്രി, അപ്പോ ഇത് എക്സ് ഡിഗ്രി. ഇത് എക്സ് ഡിഗ്രി ആവുമ്പോഴാണ് ഇത് എന്താവുക? 180 മൈനസ് എക്സ് ഡിഗ്രി ആവുക. കാരണം ലീനിയർ പെയറിന്റെ സം എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. ആംഗിൾ ക്യു ഡി സി, ആംഗിൾ ക്യു ഡി സി ഈക്വൽ ടു 180 മൈനസ് വൈ ഡിഗ്രി. അതേപോലെ ആംഗിൾ ക്യു പി സി, ആംഗിൾ ക്യു പി സി ഈക്വൽ ടു വൈ ഡിഗ്രി. അടുത്ത എഴുതി ആംഗിൾ പി സി ഡി. അതിന് മുന്നേ പി ക്യു ഡി എഴുതാം. ആംഗിൾ പി ക്യു ഡി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ പി സി ഡി ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബി സി ഡി എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി നമുക്ക് ഈ എ എന്ന് പറഞ്ഞ ആംഗിളും ആംഗിൾ സി എന്ന് പറഞ്ഞ ആംഗിളും ഒന്ന് കൂട്ടി വെക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് 180 മൈനസ് എക്സ് ഡിഗ്രി. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. എ ബിയും സി ഡിയെയും എന്നീ വരകളെ മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളാണ് ഈ രണ്ട് കോ ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ എ ബി സി ഡി എന്നീ വരകളെ എ സി എന്നീ വരതാ രണ്ട് പാരലൽ ലൈനെ ഒരു വര എന്ത് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിളാണ് ഈ രണ്ട് ആംഗിള്. അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. ആംഗിൾ എ ബി ആൻഡ് സി ഡി ആർ AB and CD are the lines cut the line AC, then form angles angle A, angle C. ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ ആണ്. കോ ഇന്റീരിയർ ആംഗിൾ നമുക്കൊന്ന് എഴുതാം. എ ബി ആൻഡ് സി ഡി എന്നീ വരകളെ
എന്നീ വരകളെ എ സി എന്ന വര കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആന്തരസഹകോണുകളാണ് ആംഗിൾ എ, ആംഗിൾ സി. അതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും സിയും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് ഈ രണ്ട് ലൈനിനെ കട്ട് ചെയ്യുന്ന കാരണമാണ് ഇവിടെ എന്ത് വന്നത്, ഇതിൻ്റെ സമ്മ് 180 ഡിഗ്രി കിട്ടിയത്. രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് എ സി എന്ന ലൈന് ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ എന്തായി 180 ഡിഗ്രി ആയി. രണ്ട് പാരലൽ ലൈനിനെ എ സി എന്ന ലൈന് കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് സമ്മ എത്ര കിട്ടിയത്, 180 കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ ബിയും സി ഡിയും എന്താണ്, പാരലലാണ്. നമുക്ക് എഴുതാം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദെർഫോർ എ ബി പാരലൽ സി ഡി. എ ബിയും സി ഡിയും പാരലൽ ആയതുകൊണ്ടാണ് ആ ലൈന് കട്ട് ചെയ്യുന്ന എ സി എത്ര, എ സിയിൽ ഉണ്ടാവുന്ന രണ്ട് ആംഗിളാണ് ആംഗിൾ എയും ആംഗിൾ സിയും. അതിന് സമ്മ എത്രയത്, 180 ഡിഗ്രി ആയത്. എ ബിയും സി ഡിയും എന്താണ്, സമാന്തരമാണ് അല്ലെങ്കിൽ പാരലലാണ്, സമാന്തരമാണ്. എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. പാരലൽ ആണ് എങ്കിൽ ആ എ ബി സി ഡി എന്തായിരിക്കും, ഒരു ട്രപ്പീസി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലംബകമായിരിക്കും. എ ബി സി ഡി ഈസ് എ ട്രപ്പീസിയം. എ ബി സി ഡി ഒരു ലംബകമാണ്. വെറും ഒരു ലംബകം എന്താവില്ല, ഒരു ചക്രി ചതുർഭുജ ആവില്ല. നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ലംബകങ്ങളിൽ ഏതാണ്, ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകമാണ് എന്താവുള്ളൂ, ഐസോസിലസ് ട്രപ്പീസിയാണ് ചക്രീയമാവുള്ളൂ. അപ്പോൾ സമപാർശ്വ ലംബകങ്ങൾ മാത്രമേ ചക്രീയമാവൂ. ഓൺലി isosceles trapezium is cyclic. അതുകൊണ്ട് തന്നെ എ ബി ഡി സി സമപാർശ്വ ലംബകമാവണമെങ്കിൽ ലംബകമാവണമെങ്കിൽ എ സിയും ബി ഡിയും ഈക്വൽ ആവണം. ഇഫ് എ ബി സി ഡി will be isosceles trapezium only when AC equal to BD. AC equal to BD. Therefore, ABCD is isosceles trapezium AC and BD equal. ACയും BDയും തുല്യമായാൽ മാത്രമേ ABCD അല്ലെങ്കിൽ ABDC ചക്രീയമാവൂ. ഇനി ആറാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം. ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിനെ മുറിച്ചു കടക്കുന്നു. ബിന്ദുക്കളാണ് PQRS. ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി ABCD എന്നീ ബിന്ദുക്കൾ കൂട്ടിമുട്ടുന്നു. ABCD ചക്ര ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇംഗ്ലീഷിൽ ചോദ്യം ഒന്ന് വായിക്കാം. In the picture, the circle on the left and right
intersect the middle circle at PQRS. The line joins them, meet the left and right circles at A, B, C, D. Prove that ABCD is cyclic. നമുക്ക് ചിത്രം നോക്കാം. ഇതാണ് ചിത്രമായിട്ട് വരുന്നത്. ഞാൻ ചിത്രം വലുതാക്കി വരച്ചിട്ടുണ്ട്. ഈ ABCD നമുക്ക് എന്താന്ന് തെളിയിക്കണം? സൈക്ലിക് ആണ് തെളിയിക്കണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് തെളിയിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ആംഗിൾ A X ഡിഗ്രി എന്നെടുത്തു. ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിനെക്കാട്ടി മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഈ ആറും എസും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. ഇനി ഈ ആംഗിൾ X ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സം എങ്ങനെയാണ്? 180 ആയിരിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ 180 ഈ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ഡിഗ്രി. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ഡിഗ്രി. ഇത് 180 മൈനസ് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് ഡിഗ്രി. ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സമ്മ് 180. അപ്പോൾ 180 മൈനസ് എക്സ് ഡിഗ്രി. നമുക്കൊന്ന് എഴുതി നോക്കാം. ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ ക്യൂ, ആംഗിൾ ഡി അല്ലെങ്കിൽ ആംഗിൾ ക്യൂ എടുക്കുക. ആദ്യം ആംഗിൾ ഡി എഴുതാം. ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന് ഞാൻ എഴുതി. എഴുതാൻ കാരണം എന്താ? നമ്മൾ തെളിയിക്കേണ്ടത് നമുക്ക് ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിന് സമ്മ് എത്ര ആയാൽ മതി? 180 ഡിഗ്രി ആയാൽ മതി, സപ്ലിമെൻ്ററി ആയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഗറിൽ എഴുതി കളൊന്ന് എഴുതി വെക്കാം. ആംഗിൾ A ഈക്വൽ ടു എക്സ് ഡിഗ്രി, ആംഗിൾ D ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി, പിന്നെ ആംഗിൾ Q ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ എതിർകോണുകൾ. ഇനി ആംഗിൾ PQS, ആംഗിൾ PQS ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ ഈ ആംഗിൾ എന്ത്? ഓപ്പോസിറ്റ് ആംഗിൾ PRS. ആംഗിൾ PRS ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. കാരണം ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ എതിർക്കോൺ. ഇനി ആംഗിൾ SRC, ആംഗിൾ SRC ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം ലീനിയർ പെയർ. ഇനി ആംഗിൾ D നമ്മൾ ഓൾറെഡി എഴുതി 180 മൈനസ് എക്സ് ഡിഗ്രി. അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായി? സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ A എക്സ് പ്ലസ് ആംഗിൾ D 180 മൈനസ് എക്സ് ഡിഗ്രി. ഈ എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ ഈ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എന്തായി? സൈക്ലിക് ക്വാഡ്രിലാറ്ററായി. നമുക്ക് എഴുതാം ABCD ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ABCD ചക്രീയം. ഇതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഇനി നമുക്ക് ഏഴാം ചോദ്യം ചെയ്യാം. ഇനി ഏഴാമത്തെ ചോദ്യം. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൻ്റെ കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇൻ ദ പിക്ചർ, bisectors of adjacent angles of the quadrilateral ABCD intersect at P, Q, R, S. Prove that PQRS is a cyclic quadrilateral. നമ്മളോട് ABCD എന്ന ചതുർഭുജം വന്നിട്ടുണ്ട്. അതിൽ കുറേ 2-3 വരകൾ വരച്ചിട്ട് സമഭാജികൾ വരച്ചിട്ടുണ്ട്. അത് കൂട്ടിമുട്ടുന്ന SPQR ഈ രൂപം എന്താണെന്ന്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ ചതുർഭുജത്തിൻ്റെ കോണുകൾ തന്നെ ഞാൻ ഓരോ
ആംഗിൾസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഞാൻ ആംഗിൾ എ ഈക്വൽ ടു, നമുക്ക് ആംഗിൾ എ അറിയില്ല, അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു എ ഡിഗ്രി എന്ന് എടുത്ത്, ആംഗിൾ എ ഈക്വൽ ടു എ ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു ബി ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു സി ഡിഗ്രി, ആംഗിൾ ഡി ഈക്വൽ ടു ഡി ഡിഗ്രി എന്ന് എടുത്തു. ഇനി ഇതിൽ എ എസ് ഡി അല്ലെങ്കിൽ എ ഡി എസ് എന്ന ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ഡി എസ്. എ ഡി എസ് എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ സമ്മ് എത്രയാണ്? ഈ ട്രയാങ്കിളിൻ്റെ സമ്മ് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും ഈ ട്രയാങ്കിളിൽ ഇത് മൊത്തം വരില്ല, ഈ ഇത്രയും ഭാഗം എയുടെ പകുതിയേ വരുള്ളൂ. ആംഗിൾ എയും ആംഗിൾ ഡിയും ആംഗിൾ എസും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് മൊത്തമാണ് ആംഗിൾ എ എത്ര? എ ഡിഗ്രി. ഇത് മൊത്തമാണ് എ ഡിഗ്രി വരിക. അപ്പോൾ ഇത് എത്രയും A/2 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഈ 3 ആംഗിളിന് സമ്മ് എത്രയാണ്? 180. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ ഡി എന്ന് പറഞ്ഞ ആംഗിൾ ഫുള്ളാണ് ഇത്ര, സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ അതിൻ്റെ പകുതി എത്രയും? D/2 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ എന്ന് പറഞ്ഞാൽ A/2 ഡിഗ്രി പ്ലസ് D/2 ഡിഗ്രി പ്ലസ് എസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് ആംഗിൾ എസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി എ ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ രണ്ടും സെയിമാ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് D/2 പ്ലസ് ആംഗിൾ എസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ എസ് കണ്ടുപിടിക്കാം. ആംഗിൾ എസ് ഈക്വൽ ടു, ഇത് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി, അപ്പോൾ 180 ഡിഗ്രി മൈനസ് A പ്ലസ് D/2. ഇതാണ് ആംഗിൾ എസ്. ഈ ആംഗിൾ എസ് ഇത്രയും വലുതായ കാരണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് കൊടുത്ത്. അപ്പോൾ ആംഗിൾ എസ് എന്താണ്? എക്സ് ഡിഗ്രി എന്ന് കിട്ടി. ഇതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതെന്ത് തന്നെ ആയിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഇത് കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യൂ എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിന് ഈ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ബി ക്യൂ സി. ട്രയാങ്കിൾ ബി ക്യൂ സി എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളിൽ ആംഗിൾ ബി മൊത്തമാണ് സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ഇത്രയും ഭാഗം എന്തായി? ബിയുടെ പകുതി ഡിഗ്രി. അതേപോലെ തന്നെ ആംഗിൾ സി മൊത്തമാണ് സ്മോൾ ലെറ്റർ, അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ C/2 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ സി, C/2 ഡിഗ്രി പ്ലസ് B/2 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ആംഗിൾ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതാം ആംഗിൾ ക്യൂ ഈക്വൽ ടു 180. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ C പ്ലസ് B/2 വരും. പ്ലസ് അങ്ങോട്ട് മൈനസ്, അപ്പോൾ മൈനസ് C പ്ലസ് B/2. ഇതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെന്ന് കൊടുത്ത്? Y ഡിഗ്രി എന്ന് കൊടുത്ത്. നമുക്ക് ആംഗിൾ ക്യൂ കിട്ടി. എത്രയാണ്? Y ഡിഗ്രി. അപ്പോൾ ഇത് Y ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? Y ഡിഗ്രി ആയിരിക്കും. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? PQRS എന്ന ഈ ഭാഗം എന്താണെന്ന്, ചക്രീയമാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എസ് ഇത് ഓൾറെഡി എസ് ആണെങ്കിൽ ആംഗിൾ എസ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഈ ഭാഗം എസ് ആയിട്ട് തന്നെ കൂട്ടും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ. ഏറ്റവും നല്ലത് എങ്ങനെ എടുക്കുന്നതാണ്? എസ്. ഈ ആംഗിളാണ് എത്ര എന്ന് പറഞ്ഞാൽ എസ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്ത് തന്നെ ആയിരിക്കും? എക്സ് ആയിരിക്കും. കാരണം ഈ ആംഗിൾ ഫുൾ എന്താണ്? എസ് ആയ കാരണം. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ചക്രീയമാണ് അല്ലെങ്കിൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഈ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ്, അതായത് ആംഗിൾ എസും ആംഗിൾ ക്യൂവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടിയാൽ മതി? 180 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? സൈക്ലിക്കായി. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇൻ PQRS കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ എസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 180 മൈനസ് A പ്ലസ് D/2 ഡിഗ്രി. ഇനി
ആംഗിൾ ക്യൂ അറിയാം 180 മൈനസ് സി പ്ലസ് ബി ബൈ 2 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എസ് കിട്ടി, ആംഗിൾ ക്യൂ കിട്ടി. രണ്ട് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു 180 മൈനസ് എ പ്ലസ് ഡി ബൈ 2 പ്ലസ് 180 മൈനസ് സി പ്ലസ് ബി ബൈ 2 ഡിഗ്രി. ഇനി ഈക്വൽ ടു ഇവിടെ ഒരു 180 ഉണ്ട്, 180 പ്ലസ് 180 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം 360 ഡിഗ്രി മൈനസ് നമ്മളിത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ ഒരു എ പ്ലസ് ഡി ബൈ 2 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്ലസും ഇവിടെ മൈനസ്. പ്ലസ് മൈനസ് എന്തായി? ഇവിടെ മൈനസ് എ പ്ലസ് ഡി ബൈ 2, ഇവിടെ മൈനസ് സി പ്ലസ് ബി ബൈ 2. മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആവും. അപ്പോൾ എ പ്ലസ് ഡി ബൈ 2 പ്ലസ് സി പ്ലസ് ബി ബൈ 2. നമുക്ക് ഇത് ഒക്കെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ബൈ 2 എന്ന് എഴുതി. ഈ എ എന്ന് പറഞ്ഞ് നമ്മൾ എന്താ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ എനെയാണ് സ്മോൾ ലെറ്റർ എ ആയിട്ട് എന്ത് ചെയ്തെടുക്കണത്? കൺസിഡർ ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എയുടെ പകരം എന്ത് എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ എ എഴുതാം. സ്മോൾ ലെറ്റർ ബിയുടെ പകരം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്റർ ബി, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ ഡി ബൈ 2. ഈ എയും ബിയും സിയും ഡിയും ഒക്കെ എന്താണ്? ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസ് ആയിരുന്നു അല്ലേ? നോക്കുകയാണെങ്കിൽ ഇതാ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ഇതൊക്കെ എന്താണ്? ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസ് ആണ്. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ സം എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഈക്വൽ ടു 360 ബൈ 2. 360 ബൈ 2 എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് 360 മൈനസ് 180 ഡിഗ്രി കിട്ടി. 360 മൈനസ് 180 ഡിഗ്രി. എന്താ പറയണ്ടായിരുന്നത്? എസും ക്യൂവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം? സൈക്ലിക് ക്വാഡ്രിലേറ്ററലാന്ന് പറയാം. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പി ക്യു ആർ എസ് എന്താണ്? ഒരു ചക്ര ചതുർഭുജമാണ്. അപ്പോൾ അവസാനിപ്പിക്കാം. പി ക്യു ആർ എസ് ഒരു ചക്രീയ ചതുർഭുജമാണ്. PQRS is a cyclic quadrilateral. ഇത് ചോദ്യം കാണുമ്പോൾ നമുക്ക് വലിയ ടഫായിട്ട് തോന്നും, പക്ഷേ ഈസി ചോദ്യമാണ്. എല്ലാവരും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? കണ്ടു നോക്കുക. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എട്ടാമത്തെ ചോദ്യം: In the first picture below, points PQR are marked on the sides BC, CA, AB of the triangle ABC, and the circumcircle of the triangle AQR and BRP are drawn. They intersect at the point S inside triangle. Prove that circumcircle of a triangle CPQ also passes through S as in the second picture. ചുവടെയുള്ള ആദ്യ ചിത്രത്തിലെ എ ബി സി എന്ന ത്രികോണത്തിലെ ബി സി, സി എ, എ ബി എന്നീ വശങ്ങൾ പി ക്യു ആർ എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി എ ക്യു ആർ, ബി ആർ പി എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. അവ ത്രികോണത്തിനകത്തെ എസ് എന്ന ബിന്ദുവിലൂടെ മുറിച്ചു കടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എസിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. നമുക്ക് വരയ്ക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ചിത്രം മാത്രമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഈ രണ്ട് ട്രയാങ്കിളിലും സർക്കിൾ ആയിട്ടുള്ള ഈ എസിൽ കൂടെ ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും സർക്കിൾ ആയിട്ടുള്ള എസ് എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി പി ക്യു എന്ന ട്രയാങ്കിള് സർക്കിൾ ആയിട്ടുള്ള എസിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ പോയിന്റ്, ഈ എസ് എന്ന പോയിന്റും ഈ എസിൽ നിന്ന് ക്യൂ എന്ന പോയിന്റും പരസ്പരം എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അതിനായിട്ട് സ്കെയിൽ എടുത്തു. ഈ രണ്ട് പോയിന്റും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ക്വാഡ്രിലേറ്റർ ഏതാണ്? സി പി എസ് ക്യൂ.
ഈ CPSQ എന്താണെന്ന് ഒരു സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഇതിൽ കൂടെ കടന്നു പോകും. ഈ എസ് എന്ന സർക്കിൾ കൂടെ എന്ത് ചെയ്യും, കടന്നു പോകും. എന്താ തെളിയിക്കേണ്ടത്? ഈ CPSQ എന്നത് എന്താണെന്ന് ഒരു സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ 4 വെർട്ടിസസ് ഏതൊക്കെയാണ്? CPSQ. ആ 4 വെർട്ടിസസും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സർക്കിള് എസ്സിൽ കൂടി കടന്നു പോകും. അതിനായിട്ട് ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ട്രയാങ്കിൾ ABC വലിയ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇൻ ട്രയാങ്കിൾ ABC എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആംഗിൾ C നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഈ ഫിഗറാണ് വേണ്ടത്. അതിൽ ഏത് ആംഗിൾ ഉള്ളത്? ആംഗിൾ C ആണുള്ളത്. അപ്പോൾ ആംഗിൾ C കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ആംഗിൾ C ഈക്വൽ ടു ട്രയാങ്കിളിൽ സമ്മ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് ഈ 2 ആംഗിളും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B ചെയ്താൽ മതി. ഇനി ഇത് ചെയ്യേണ്ടത് ഈ പോയിന്റിൽ ഈ ആറും എസും അതേപോലെ ജോയിൻ ചെയ്യുക. സ്കെയിൽ എടുക്കുക, ആറും എസും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രിലേറ്ററൽ കിട്ടും. BRSP എന്ന ഒരു ക്വാഡ്രിലേറ്ററൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഈ BRSP അതെന്താണ്? സൈക്ലിക് ആണ്. കാരണം ഈ 4 പോയിന്റും സർക്കിൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം BPSR എന്താണെന്ന് എടുക്കുക? ഈസ് സൈക്ലിക്. BPSR ഒരു ചക്രീയമാണ്. BPSR ചക്രീയം എന്ന് എടുക്കുക. അതിനുശേഷം PSR ആംഗിൾ PSR എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇത് എന്താ എടുത്തിട്ടുള്ളത്? നമ്മൾ ചക്രീയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ PSR ഈക്വൽ ടു രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ B ആണ്. അപ്പോൾ ഇത് 180 മൈനസ് ആംഗിൾ B. PSR ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ B എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി അടുത്തതായിട്ട് AQSR ഇതെന്താണ്? സൈക്ലിക് ആണ്. കാരണം ആ 4 മൂലകളും സർക്കിൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുക്കുകയാണ് AQSR. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ആംഗിൾ RSQ. ആംഗിൾ RSQ കണ്ടുപിടിക്കണം. ഇങ്ങനെ ചെയ്യുക? ഈ രണ്ടും സൈക്ലിക് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മ എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ 180 മൈനസ് A ഡിഗ്രി. അപ്പോൾ ആംഗിൾ RSQ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ A ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ ആംഗിൾ PSQ നമുക്ക് ഈ ഫിഗറാണ് ഏത്? ഇതാണ് ചക്രീയമാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ PSQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോട്ടൽ സമ്മ് ഇത് എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് 360 എന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 360 മൈനസ് 180 മൈനസ് ആംഗിൾ A പ്ലസ് 180 മൈനസ് ആംഗിൾ B. ഇത് നമുക്ക് എഴുതാം. ഈ ഇവിടെ 180 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് എത്ര കിട്ടും? 360 കിട്ടും. അപ്പോൾ 360 മൈനസ് 360 ഇനി മൈനസ് ഇൻറ്റു A മൈനസ് ആംഗിൾ A ഇവിടെ മൈനസ് B ഉണ്ട്. ഇനി ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ 360 മൈനസ് 360 0 ആയി പോയി. ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ മൈനസ് ഇൻറ്റു ആംഗിൾ A മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പം പ്ലസ് ആംഗിൾ A പ്ലസ്
മൈനസ് മൈനസ് പ്ലസ്, അപ്പോൾ ആംഗിൾ ബി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ കിട്ടി, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ സി കണ്ടുപിടിക്കണം. ആംഗിൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ചക്രീയം. ആംഗിൾ എക്സും ആംഗിൾ സിയും തമ്മിൽ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതുകൊണ്ട് ഇത് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് കിട്ടി. നമുക്ക് എഴുതാം, ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇനി ഈ രണ്ട് ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം, എസും സിയും. അപ്പം എഴുതി വെക്കാം, ആംഗിൾ പി എസ് ക്യൂ പ്ലസ് ആംഗിൾ പി സി ക്യൂ. ആംഗിൾ പി സി ക്യൂ ഈക്വൽ ടു പി എസ് ക്യൂ കിട്ടിയെടുക്കുന്നത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് 180 മൈനസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇനി ഇവിടെ ആംഗിൾ എ, ഇവിടെ പ്ലസ് ആംഗിൾ എ പ്ലസ്, ഇത് മൊത്തം എന്താണ്? പ്ലസ് ആണ്. ഈ ആംഗിൾ എന്താണ്? മൈനസ് ആണ്. ഇത് മൈനസ്, ഈ ഭാഗം എന്താ? പ്ലസ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്ത് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് നമുക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി ആണ്. ഇത് ചക്രീയാണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ആ ട്രയാങ്കിൾ ഏതായിരുന്നു? ട്രയാങ്കിൾ സി പി ക്യു, അതിന് സർക്കംസർക്കിൾ എന്ത് തന്നെയായിരിക്കും? എസ് തന്നെയായിരിക്കും. നമുക്ക് ചോദ്യം നോക്കാം. ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ്. അപ്പോൾ നമുക്ക് എഴുതാം, ട്രയാങ്കിൾ സി പി ക്യു ഓൾസോ പാസസ് ത്രൂ എസ്. ഇനി മലയാളം മീഡിയം നോക്കുകയാണെങ്കിൽ സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എസ്സിൽ കൂടി കടന്നു പോകും. സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും എസ്സിൽ കൂടെ കടന്നു പോകും. ഇത് ഉത്തരം എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ പാഠം ഈ ചോദ്യത്തോടെ എന്ത് ചെയ്ത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ, അതായത് 4th ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.